ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ സമയത്തുള്ളൂ. ആ ജാസ്മി നാരായണന്റെ അവരൊക്കെ ഈ രാത്രിയിലെ ജോലി കഴിഞ്ഞ് വരുന്നത്. 8 മണിക്ക് ആണ് ഇവിടെ ഇറങ്ങി. 2 മണിക്കൊക്കെ ഇവിടെ വരണം. സുഹൃത്തുക്കളെ, ജനങ്ങളെല്ലാം ഭീതിയിലാണ്. വാണിയമ്പാറ കുതിരാൻ തുരങ്കത്തിന് സമീപത്ത് ഇരുമ്പുപാലം എന്ന പ്രദേശം, അതായത് നമുക്കൊക്കെ അറിയാം ദേശീയപാത, ഇതിലൂടെയാണ് എല്ലാ വാഹനങ്ങളും ദേശീയപാതയിലെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തുരങ്കം വന്നതോടുകൂടി ഇവിടെ വിജനമായി. ജനങ്ങളൊക്കെ ആവശ്യപ്പെട്ടാണ് ഈ റോഡ് നിലനിർത്തണം, വാഹനങ്ങൾ പോകണം, അതല്ലെങ്കിൽ കാട്ടാനയുടെ വലിയൊരു ശല്യം ഉണ്ടാവും എന്നൊക്കെ ജനങ്ങൾ ആവശ്യപ്പെട്ടാണ്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഈ റോട്ടിലൂടെ കാട്ടാനയുടെ വിളയാട്ടമാണ് ജനങ്ങളെ ഭീതിപ്പെടുത്തിക്കൊണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, ഈ ഇവിടുത്തെ പ്രദേശവാസിയായ ബീച്ചാട്ടന് വാച്ചറാണ് ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയപ്പോൾ ആശുപത്രിയിൽ കഴിയുകയാണ്. കാലിന് ഗുരുതരമായി പരിക്ക് പറ്റുന്നുണ്ട്. തലനാരിഴക്കാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. ജനങ്ങളുടെ ഒരു വലിയൊരു ആവശ്യം ഇവിടെ വലിയൊരു സംവിധാനം, ഫെൻസിങ് സംവിധാനം, അതല്ലെങ്കിൽ പൂർണ്ണമായി കാട്ടുമൃഗങ്ങൾ വരാതിരിക്കുന്നത്, പ്രത്യേകിച്ച് കാട്ടാന. മറ്റുള്ള മൃഗങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ തുരുത്താം, എന്നാൽ കാട്ടാനയുടെ കാര്യത്തിൽ വലിയ ആശങ്കയിലാണ്. ഇന്നലെ നമ്മുടെ ദൃശ്യത്തിലൊക്കെ കാണുന്നത് പോലെ വീടുകളുടെ ഇടയിലൂടെയാണ് കാട്ടാന വഴിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. വിദൂരമല്ല, വലിയൊരു ദുരന്തം. വാണിയമ്പാറ നിവാസികൾ, ഇരുമ്പുപാലം നിവാസികൾ, കുതിരാൻ, ആനവാരി എന്നിയുള്ള പ്രദേശങ്ങളിലൊക്കെ കാട്ടാന ആക്രമിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് ജനങ്ങൾക്കറിയാം. ഇതിന് വേണ്ട നടപടിയെടുക്കണം ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ. നമുക്ക് ജനങ്ങളിലേക്ക് പോവാം, ഇവിടുത്തെ ആളുകളുടെ ആശങ്കയിലേക്ക് പോവാം. എല്ലാവരുടെയും മുഖത്ത് ഭീതിയുടെ മുഖമാണ്. എന്താണ് ഇന്നലെ ഉണ്ടായ ഒരു സംഭവം? ഇന്നലെ 2 തവണയാണ് ഇവിടെ ആന ഇറങ്ങിയത്. രാത്രി ഒരു 9 മണിയായപ്പോൾ ആന ഈ വഴി കൂടിയാണ് ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോയിരുന്നത്. അത് നേരെ ഇരുമ്പാലം വഴി പോയി അപ്പുറത്തേക്ക് കൂടെ വഴി ഫോറസ്റ്റ് കാട്ടിൽ കൂടെ അങ്ങോട്ട് വന്ന് അവിടെ പടക്കം പൊട്ടിച്ചിട്ട് അങ്ങോട്ട് കയറി പോവുകയാണ് ചെയ്തത്. ഇന്നലെ അതുപോലെ 2ാം പ്രാവശ്യം വന്നപ്പോഴാണ് ഈ ഒരു 12 മണി, ഏകദേശം 12 മണിയായി. ആ 12 മണിയായ സമയത്താണ് ഇതിലെ വീണ്ടും വന്ന് ആ സെയിം സ്പോട്ടിൽ കൂടെ വന്ന് ഇതിലൂടെ വന്നു. അപ്പോൾ നമ്മുടെ ബീച്ചേട്ടൻ അവിടുന്ന് മറ്റേ മനോജേട്ടനും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങളിതേ തൊട്ട് ബേക്കിലുണ്ടായിരുന്നു. തൊട്ട് ബേക്കിലെന്ന് പറഞ്ഞാൽ ആന ചിഹ്നം വിളിച്ച് ഒറ്റ ഓട്ടമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഒറ്റ ആളെ തട്ടി, എന്നിട്ട് നേരെ പോയി കൊമ്പ് കൊണ്ട് നേരെ അവിടെ കൊണ്ട് കുത്തിയിട്ട് ഇവിടെ ഇട്ടിട്ട് 2-3 പ്രാവശ്യം ഇട്ടിട്ട് കാലും കൊണ്ട് ഇങ്ങനെ ചമച്ച് വലിച്ചൊരു കമ്പൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ഒറ്റ പോക്ക്. അത് ഓടാനുള്ള കാരണം മെയിനായിട്ട് ഞാൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 2-3 ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു. ലൈറ്റ് അടിച്ച് ബഹളം വെച്ച് കൂട്ടിയത് കാരണം കൊണ്ട് മാത്രമാണ് ആ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. പക്ഷേ ഇനി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യം പറയുന്നത്, ഇതിപ്പോൾ ഈ തുരങ്കം വന്നതുകൊണ്ടാണ് ഇവിടുത്തെ ഈ റോഡ് അടഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഈ ആന ഇറങ്ങി വരാനുള്ള കാരണം മെയിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ റോഡ് ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ ഇവിടുത്തെ ലൈറ്റുകളാണെങ്കിലും ബാക്കി ഫെൻസിങ് ഒന്നും കൂടെ ശക്തിപ്പെടുത്താനും ബാക്കിയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ്, അതായത് ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ആന വരുന്നത് ഒരു 3-4 ദിവസം, 3-4 ആഴ്ചയ്ക്ക് തുടർച്ചയായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിശക്തമായിട്ട് തന്നെ ഞങ്ങൾ നാട്ടുകാർ എല്ലാവരും പേടിച്ച് വിറച്ചിരിക്കുമ്പോഴും എന്തെങ്കിലും പാട്ടയൊക്കെ എടുത്ത് അടിച്ചിട്ടാണ് ആനേനെ ഓടിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുന്നേ ഇവിടെ ആന വന്ന് ഫോറസ്റ്റുകാരെ വിളിച്ചു. ഫോറസ്റ്റുകാർ വന്നു കഴിഞ്ഞ് 2 ജീപ്പും കൊണ്ട് വന്നു. 2 ജീപ്പും കൊണ്ട് വന്ന് ആന ഇപ്പോൾ റൗണ്ട് ചെയ്ത് നടക്കുകയാണ്. ഇപ്പോൾ കുതിരാൻ്റെ അതിൽ കയറി നേരെ വന്ന് ഇരുമ്പുപാലം നമ്മുടെ പഴയ പാലം കടന്ന് നേരെ വരുന്നത് എൻ്റെ വീടിൻ്റെ അതിലാണ്. ചാക്കുളത്തരിശ്ശേരിക്ക് പോകുന്ന വഴിയിലെ അതിലേ വന്ന് നേരെ വീണ്ടും ഇറങ്ങും ആന. ഒച്ചയുണ്ടാക്കുമ്പോൾ വീണ്ടും ആന റൗണ്ട് ചെയ്ത് ഇപ്പോൾ 3-4 ട്രിപ്പ് ആന ഒരു ദിവസം രാത്രിയിൽ ഇതിലെ തന്നെ വരും. പിന്നെ ഫോറസ്റ്റ് 2 ജീപ്പ് വന്നിട്ടുണ്ട്. ഇവർ ഫോറസ്റ്റുകാർ ഈ ആനേനെ വെട്ടടിച്ചത് കൊണ്ടൊന്നും കാര്യമില്ലല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 1-2 ഗുണ്ട് പൊട്ടിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, ഞങ്ങളുടെ നാട്ടുകാരുടെ ജീവനാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് എന്ന് അവരോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇവർ വന്നാലും അവിടെ 2 വണ്ടി അപ്പുറം ഇപ്പുറം ഇട്ടുകൊണ്ട് ആന എതിലേ വരുന്നതെന്ന് ഇവർക്ക് ഒരു നിശ്ചയമില്ല. അപ്പുറം ഇപ്പുറം ഇട്ടുകൊണ്ട് ഇവർ കുറേ റിവേഴ്സ് പോവും, കുറേ ഫ്രണ്ടിലേക്ക് പോവും. ഈ പറയുന്ന ബിജു എൻ്റെ ചേട്ടനാണ്, വാച്ചറാണ്, പാർക്കിങ്ങിൽ ജോലിയുള്ള വ്യക്തിയാണ്. അവനും ഇന്നലെ ഈ ഫോറസ്റ്റുകാരൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഗുണ്ട് പൊട്ടിച്ച ആ സ്ഥിതിയിലാണ് ആന വേരണ്ട് ഓടി വന്ന് ബിജുവിനെ ആക്രമിക്കാൻ ഇടയായത്.
ഇപ്പൊ നിലവിൽ ഫെൻസിങ് സംവിധാനങ്ങൾ എങ്ങനെയാണ്? ഫെൻസിങ് സംവിധാനം വന്നിട്ട് ഇപ്പൊ നമ്മുടെ കുതിരാന്റെ പീച്ച് ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇടണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ പരാതികളൊക്കെ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവർ ഒരു അളവൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വാഴാനി ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് എന്താവും ഏതാവും എന്നൊന്നും നമുക്കൊരു പ്രതീക്ഷയില്ല. ഫെൻസിങ് ഇല്ലാത്ത ഭാഗത്ത് കൂടിയല്ലേ ഫെൻസിങ് ഇടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ പീച്ച് ഡാമിൻ്റെ ഒരു ഏരിയ ഈ ഇവിടേക്ക് ചാക്കുളത്തിരിച്ച് പോണ വഴിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ക്രോസ് ചെയ്താൽ മാത്രമാണ് ആന ഇങ്ങോട്ട് കിടക്കാണ്ടിരിക്കുകയുള്ളൂ. അതിനുള്ള സംവിധാനങ്ങൾ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ആന സ്ഥിരം ഇവിടെ ഇറങ്ങുന്നുണ്ടെങ്കിലും നാട്ടുകാർ ബഹളം വെച്ച് ഒച്ച വെച്ചാലും ഈ ആന സാധാരണ ഓടിക്കേറി പോകാറുണ്ട്. ഇത്രയും വലിയ രൂക്ഷമായ പ്രശ്നം ആന ഉണ്ടാക്കാറില്ല. ഈ ഇപ്പോൾ കുറച്ച് ഒരാഴ്ചയായിട്ട് ആന വരുന്ന സ്പോട്ടിൽ ഫോറസ്റ്റുകാർ സ്ഥലത്തെത്തുകയും ആന പോകുന്ന വഴി കൂടെ എല്ലാം നടന്ന് ആനയുടെ പുറകെ നടന്ന് ഗുണ്ട് പൊട്ടിക്കുകയാണ്. ഈ ഗുണ്ട് പൊട്ടിച്ച ആന വരണ്ട് ആനയ്ക്ക് എവിടേക്കാണ് പോകേണ്ടതെന്നൊരു നിശ്ചയമില്ലാത്ത പോലെ റോട്ടിൽ കിടന്ന് വട്ടം കറങ്ങുകയാണ്. ഇന്നലെ ഈ പ്രശ്നം ഉണ്ടാകാൻ ഒന്നാമത്തെ കാര്യം ഫോറസ്റ്റുകാരുടെ കയ്യിൽ നിന്ന് വീഴ്ച തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഈ ആനയുടെ മുമ്പിൽ ഈ വലിയ ഗുണ്ട് പൊട്ടിക്കുന്നത് പ്രദേശം മുഴുവൻ മുഴങ്ങുന്ന സൗണ്ടിലാണ് ഈ ഗുണ്ട്. അപ്പോൾ ഈ ആനയുടെ മുമ്പിൽ ഈ ഗുണ്ട് പൊട്ടിക്കുമ്പോൾ ആനയ്ക്കറിയില്ല എങ്ങോട്ട് പോകണം. ആനയുടെ മുമ്പിലേക്ക് ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കാട്ടിലേക്ക് തിരിച്ച് കയറിപ്പോൾ ആന ഗുണ്ട് പൊട്ടിക്കണേന്ന് പറഞ്ഞു. ആനയുടെ മുമ്പിലിട്ട് ഗുണ്ട് പൊട്ടിച്ച് ആന തിരിച്ചെങ്ങനെ കാട്ടിലേക്ക് കയറിപ്പോവും? അത് അതിൻ്റെ രക്ഷാർത്ഥം ഓടി ഇറങ്ങി വരുന്ന മുമ്പിൽ ആരെ കാണുന്ന അവരെ ആക്രമിക്കുക. അത് ആനയുടെ സ്വഭാവമാണ്. പക്ഷേ ഫോറസ്റ്റുകാർ കുറച്ചും കൂടെ പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അവരത് നോക്കിയും കണ്ട് ചെയ്യുന്നില്ലെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് എത്രയും പെട്ടെന്ന് അവരുടെ ഭാഗത്തെ വീഴ്ച അവർ മാറ്റിയില്ലെങ്കിൽ ഇവിടുത്തെ ആരെങ്കിലുമൊക്കെ ജീവൻ ആന എടുക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. രണ്ട് വാച്ചർമാർ മാത്രമേ ഈ സൈഡിലുള്ളൂ. ഒന്ന് സോഷ്യൽ ഫോറസ്റ്റിന്റെ വാച്ചർ, ആൾക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. രണ്ടാമത്തെ പീച്ചി സൈഡിലുള്ള വാച്ചർ. ഈ വാച്ചർമാരെ ഇട്ട് ഈ ഫോറസ്റ്റുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുക എന്നുള്ള ഒരു പദ്ധതി മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അവരൊരു കാരണവശാലും ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. അവർ പുറത്തിറങ്ങി എന്തെങ്കിലും ചെയ്യണ്ടേ? അവരുടെ ജീവനാണ് അവർ രക്ഷിക്കുന്നത്. വാച്ചർമാർക്ക് എന്ത് പറ്റിയെന്നോ അല്ല വാച്ചർമാർ വീണു പോയി അവർക്ക് എന്താ പറ്റിയെന്ന് പോലും അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇന്നലെ അങ്ങനെയാണ് അവർക്ക് സംഭവിച്ചത്. ഫോറസ്റ്റുകാർ ജീപ്പെടുത്ത് ആന ഇറങ്ങി വരുന്നതുകൊണ്ട് അവർ വേഗം സ്ഥലം വിട്ടു. അവർക്ക് അവരുടെ ജീവൻ വലുതാ. ബാക്കിയുള്ള വാച്ചർമാർ ഇവിടെ നാട്ടുകാരുടെ ജീവൻ എന്താ വില? ഇന്ന് ഈ പട്ടിയുടെ വില പോലും ഇല്ല ഇന്ന് ഈ മനുഷ്യന്മാരുടെ ജീവന് വില. ഇങ്ങനെ പോയി ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും? എത്ര കുടുംബങ്ങൾ ഈ ഏരിയയിലുണ്ട്? ഈ കുടുംബങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും? ഞങ്ങൾ എവിടെ പോയി ജീവിക്കും? ഞങ്ങളുടെ കയ്യിൽ 10ന്റെ പൈസയില്ല. എന്നും സാധാരണക്കാരാണ് ഈ രണ്ട് സൈഡിലുള്ള ആൾക്കാർ. സാധാരണക്കാർ വീട്ടുകാരാണ്. അവർക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയി വേറൊരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കാനുള്ള ഒരു കഴിവൊന്നും ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ആർക്കും ഇല്ല. അവരങ്ങനെയുള്ളൊരു സാമ്പത്തിക നിലയിലുള്ള ആൾക്കാരും അല്ല. ഒരു കാരണവശാൽ ഞങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് വിലപ്പെട്ടതാ. അത് ഞങ്ങൾ സംരക്ഷിച്ചേ ഒക്കൂ. അതിന് ഉത്തരവാദികൾ ആരാണേലും അവരത് കറക്റ്റായിട്ട് നടത്തിയില്ലെങ്കിൽ ഞങ്ങളിത് തെരുവിൽ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ജീപ്പിലിരിക്കുക, വാച്ചർമാരെ തള്ളിവിടുക, അവര് വണ്ടി എടുക്കുക. എന്തെങ്കിലും ഉണ്ടായി ആന വന്ന അപ്പൊ തന്നെ അവര് വണ്ടി എടുത്ത് പോവുക. വാച്ചർമാരുടെ ജീവന് വിലയില്ലേ? അവരുടെ ജീവന് വിലയില്ലേ? അവർക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്. അവർക്ക് കറക്റ്റായിട്ട് ശമ്പളം പോലെ അവരുടെ കിട്ടുന്നില്ല. ഇവിടെ ക്വാർട്ടേഴ്സ് ഉണ്ട്, അവിടുത്തെ ആൾക്കാർ പോലും ഇറങ്ങുന്നില്ല. എന്റെ വീടിന്റെ അപ്പുറത്ത് ഒരു കോട്ടേഴ്സ് ഇന്നലെ അവരില്ല. അവിടെ സ്ഥിരം ആൾക്കാരില്ല. ഇത് സ്ഥിരം ഒരു 4 പേരെ 5 പേരെ അവിടെ ഒരു ഡ്യൂട്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ആന വരുന്നത് ഇപ്പൊ നമ്മൾ വാണിയമ്പാറ സ്റ്റേഷനിലേക്ക് വിളിക്കണം, എന്നാലാണ് അവിടുന്ന് വണ്ടി എടുത്ത് വരാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു വണ്ടി അതുപോലെ തന്നെ ഒരു 5-6 പേരെ ഉള്ള ഒരു ഡ്യൂട്ടിക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ, ഈ കോട്ടേഴ്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ജനങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. പക്ഷെ ഇതേപോലെ ആനേനെ ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി എടുത്ത് പോയിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് സംരക്ഷണമായിട്ടുള്ളത് ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ ഈ ആന ഇറങ്ങി വരുമ്പോ ഈ പ്രദേശവാസിലേക്ക് ഇപ്പൊ ഈ റോഡ് വണ്ടി യോഗ്യത, അതായത് ഇതിൽ കൂടെ വണ്ടി പോവാത്ത കാരണം കൊണ്ട് കാട് മൊത്തം റോഡിലേക്ക് കയറി നിൽക്കുന്നത്. ഇപ്പൊ ഒരു ആന അടുത്ത് വന്നാൽ കൂടി തന്നെയാണ് ആൾക്കാർ പെട്ടെന്ന് കാണാൻ പറ്റുള്ളത്. അപ്പൊ ഈ റോഡിലേക്ക് കയറി നിൽക്കണ ഈ ചപ്പും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നീക്കേണ്ടതും, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൂടുതലായിട്ടുള്ള ഫോറസ്റ്റുകാരെ, അതായത് ഡ്യൂട്ടിക്ക് കൂടുതൽ പേരെ ഇവിടെ നിർത്തേണ്ടതും ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കേണ്ടതുമാണ്. മാറി വേറൊരാൾക്ക് പിന്നെ കുറച്ച് അമ്പലത്തിൽ വരുന്ന ഒരാൾക്കാർക്ക് ഈ റോഡ് ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഒരാൾക്കാർ ഈ റോഡ് ഉപയോഗിക്കുന്നില്ല. ഈ രാത്രി 10 മണി കഴിഞ്ഞ് 12 മണി കഴിഞ്ഞ് ഒരുപാട് ബൈക്കുകൾ, കാറുകൾ എല്ലാവരും വരുന്നുണ്ട്. അവരെന്തിനു വരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ
മിനിഞ്ഞാന്ന് രാത്രിയിൽ ബൈക്കുകാരും കാറുകാരും ആനയുടെ മുമ്പിൽ പെട്ടു. അവർ തിരിച്ച് റിട്ടേൺ പോരുക. ഈ അന്യനാട്ടിൽ കടന്ന് വരുന്നവർക്കും ആനയുടെ മുമ്പിൽ പെട്ട് അവർക്കും അപകടം സംഭവിക്കാം. അപകടം സംഭവിച്ച ആളുടെ ജീവൻ പോയി പറഞ്ഞതിന് ശേഷം എന്താ കാര്യമുള്ളത്? നമുക്കൊപ്പം പരിക്ക് പറ്റിയ വ്യക്തിയുടെ അച്ഛനുണ്ട്. അച്ഛനും വാച്ചറായിരുന്നല്ലേ? ഞാൻ വാച്ചറായിരുന്നു. 35 കൊല്ലം സോഷ്യൽ ഫോറസ്റ്റിലെ വാച്ചറായിരുന്നു. അപ്പോൾ ഞാൻ മാറിയപ്പോൾ മോനെയാക്കി അവർ ഏറ്റെടുത്താണ്. അല്ലാണ്ട് അപ്പോൾ അതും അന്ന് മുതൽ ഇങ്ങനെ തുടർന്ന് ജോലി ചെയ്തുകൊണ്ട് പോരുന്നു. പക്ഷേ സോഷ്യൽ ഫോറസ്റ്റുകളെ ചെയ്താൽ മതി അവന്. ഇത് അത് അനധികൃതമായിട്ട് പോയതാ എന്ന് പറഞ്ഞാൽ സർക്കാർ ചോറല്ലേ തിന്നെ. അപ്പോൾ അവിടെ സഹായിക്കാൻ പോയതാ. ആ സഹായിക്കാൻ പോയതിന് കൂലി കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണ്, 3 കുഞ്ഞുങ്ങളും ഭാര്യയുള്ളത്. ഞങ്ങൾക്ക് വേറെ സാമ്പത്തികം ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം സർക്കാരിൽ നിന്ന് ഉണ്ടാക്കണം. ഈ ഇരുമ്പുപാലം പ്രദേശം മുഴുവൻ മുഴങ്ങാ കൊണ്ട് പൊട്ടിച്ചിട്ട് അത് ഈ ആനയുടെ മുമ്പിലിട്ടിട്ട് ഇവിടെ ഒരാള് പ്രാദേശികമായിട്ട് ഒരാള് മാത്രമായിട്ട് ഇറങ്ങാൻ കൂടെ ഒരാൾ തയ്യാറില്ല. ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ സമയത്തുള്ളൂ. ആ ജാസ്മി നാരായണന്റെ അവരൊക്കെ ഈ രാത്രിയിലെ ജോലി കഴിഞ്ഞ് വരുന്നത്. 8 മണിക്ക് ആന ഇവിടെ ഇറങ്ങി. 2 മണിക്കൊക്കെ ഇവിടെ വരണം. ഇതാണ് പ്രിയ സുഹൃത്തുക്കളെ ഈ ആന വരുന്ന വഴി. അതായത് ഇവിടുത്തെ ഫെൻസിങ് സംവിധാനങ്ങൾ ഒന്നും തന്നെ ശരിയല്ല, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടില്ല എന്ന് തന്നെ പറയാം. ആന നിരന്തരം എന്താ പറയുക, സുവോളജിക്കൽ പാർക്ക് എങ്ങനെയാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, കാട്ടിലൂടെ പോകാമെന്ന രീതിയിലാണ് നാട്ടിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ട് വരുന്ന റൂട്ടാണിത്. വന്നിട്ട് ഈ സംഭവം അല്ല സാർ, അങ്ങനെ നിസ്സാരവലിക്കാൻ നിൽക്കണ്ട. ഇവിടെ താമസിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങളൊക്കെ പിന്നെ എന്തിനാ സർക്കാർ ശമ്പളം കൊടുത്ത് ജോലിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് ആന ഇറങ്ങി വരും. നിങ്ങൾ ഒരു കാര്യം അത് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വരാത്തതിന് ന്യായീകരിക്കേണ്ട നിങ്ങൾ. സംസാരിക്കാനായിട്ട് വരണ്ടേ? അതല്ല, ഒരു പാവപ്പെട്ടവരുടെ മേത്ത് റീച്ച് വെക്കേണ്ട അവസ്ഥ വന്നാലേ നിങ്ങൾ ഉണരുള്ളൂ. ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് തന്നെയാണ്. ഒരു ക്രൈം അവിടെ സംഭവിച്ചു. ആ സംഭവിച്ച് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും, അതാണ് എൻ്റെ മുന്നിലുണ്ടാവുക. അയാൾക്ക് ആദ്യം എന്താണ് ചികിത്സ കൊടുക്കേണ്ടത്. ഞാൻ പോയിട്ടാണ് മറ്റേ ആംബുലൻസും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയത്. ഞാൻ 2 സ്റ്റേഷൻ സ്റ്റാഫും അവരുടെ കൂടെ തന്നെ ഉണ്ട്. വേറെ ആരും ഉണ്ടായിരുന്നില്ല, വീട്ടുകാരും ഉണ്ടായിരുന്നില്ല. അതെ, അതിന് നമുക്ക് ടാക്കിൾ ചെയ്യണം. നമ്മുടെ മുന്നിലുള്ള പ്രശ്നം നമുക്ക് മുൻകൂട്ടി നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ചെയ്യാം. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. അത് പ്രശ്നമൊന്നുമില്ല. അതൊരു കാലതാമസത്തിലാണ് ചെയ്യുന്നത്. സർക്കാരെ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ ഇരിക്കുന്നത് എല്ലാ ആണുങ്ങളും വീടുകളിൽ ഉണ്ടാവണമെന്നില്ല. നിങ്ങളുടെ കൺസേൺ മനസ്സിലാവും. ഒരാളും വരില്ല. മനുഷ്യരാണെങ്കിൽ നമുക്ക് തടയാൻ പറ്റും. ഇത് മൃഗങ്ങളോട് എന്താ പറയാൻ പറ്റുക? നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നത് എന്താണ് മാഡം? നമുക്ക് സാറേ, ഞാൻ ബ്ലോക്ക് മെമ്പറാണ്. നമുക്ക് ആ വാടാനി സൈഡ് ഫെൻസിങ് ഇല്ല. അപ്പൊ അത് അടിയന്തരമായിട്ട് ചെയ്യണം. ഈ ഭാഗത്ത് കൂടെ നമുക്ക്
അന്ന് ഞാൻ സംസാരിച്ചിരുന്നു. നിങ്ങൾ അപ്പുറത്തുള്ള ആന ഇപ്പുറത്ത് കടത്താനുള്ള ശ്രമത്തിൽ വലിയ ശ്രമത്തിലാണെന്ന് ഞങ്ങൾക്കറിയാം. അടി കിട്ടിയിട്ടുള്ള ആന അവിടെ അത് നിങ്ങൾ പറഞ്ഞോളൂ. പിന്നെ ആ റെക്കമെൻഡേഷൻ മാറ്റി നിർത്തിയിട്ടുണ്ട്. തൽക്കാലം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫെൻസിംഗിന് അടി നിങ്ങളുടെ കൺസേൺ എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഫെൻസിംഗിന് ചർച്ച ചെയ്യുന്നത്. സാർ ഇപ്പൊ നിലവിലിട്ടുള്ള ഫെൻസിംഗിന് എർത്ത് കിട്ടിയിട്ടുള്ള ആനയാണ് ഈ പരിപാടി ഉണ്ടായിക്കൊണ്ട് ആന കടക്കാൻ നോക്കുന്നു. അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ പോകുന്നില്ല. അല്ല, ഇത് അറിഞ്ഞതിന് ശേഷം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇത് ഫെൻസിംഗ് ഓഫ് ചെയ്തിട്ട് പേടിച്ച് നിൽക്കാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഗുണ്ടെന്ന് പറഞ്ഞ സാധനം ഒഴിവാക്കണം. കാരണം ഗുണ്ടെന്ന് പറഞ്ഞ ഒരു സാധനം ഒഴിവാക്കുക. കാരണം ആന എന്ന് പറഞ്ഞെങ്കിൽ ആനക്ക് പേടിച്ചിട്ട് എങ്ങനെ പോകണമെന്ന് ആനക്ക് അറിയില്ല. ഇവരപ്പോൾ വന്നിട്ട് പൊട്ടിക്കാണ്. ഞങ്ങള് തൊട്ട ആന വരുന്നത്. ഇത് ഒരു പ്രായമായിട്ടുള്ള ആനയല്ല, അതിന്റെ ആ കുടുംബം കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇതിനെ അഗ്രസീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ട് പൊട്ടിക്കുന്നില്ല, ഇല്ല. ഒരു വണ്ടി നമുക്ക് അവിടെ നിർത്താം. സാറേ ഈ വന്ന സ്റ്റാഫുകൾ ജീപ്പിലിരിക്കുന്നുള്ളൂ. അവർ പുറത്തിറങ്ങണം. 2 വാച്ചർമാരെ നടന്നത് അവർക്ക് പരിക്ക് ചെയ്തു. വാച്ചർമാർ ജീപ്പിലിരിക്കുന്നുള്ളൂ. അപ്പൊ ആന കയറി പോയി നമ്മൾ ആൾക്കാർ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞാല് ആന കയറിപ്പോയില്ല. അതുകൊണ്ടാണ് മാറിക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടായാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ രക്ഷപ്പെടില്ലേ? മാത്രമാരും റോഡില്ല. അവർക്കറിയാം ഒറ്റയടിക്കൊരു അന്തിമമായിട്ടുള്ള പരിഹാരമൊന്നും ആർക്കും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചാലും പറ്റില്ല. അതിന് ആന തന്നെ വിചാരിക്കണം. അതൊക്കെ നല്ലതായിട്ട് അനുഭവമുള്ള ആളുകളാണ് നമ്മൾ. ഇന്നലെ ഇതൊരു മഹാഭാഗ്യം എന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞു കേട്ടിടത്തോളം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതല്ലല്ലോ ഇവിടുത്തെ ഒരു അവസ്ഥ. ഞാൻ വരുന്ന വഴിക്ക് തന്നെ DFOനെ വിളിച്ചിരുന്നു. റേഞ്ച് ഓഫീസർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. അവർ നമ്മളിൽ നിന്നുള്ള വ്യത്യാസം കാക്കിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണല്ലോ. ഇപ്പോൾ 2-3 കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായ അനിഷ്ട സംഭവത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിലൊന്ന്, ഈ ആന ഉള്ള സ്ഥലം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഡ്രോൺ വെച്ച് ഒന്ന് പരിശോധിക്കാനായിട്ട് നമുക്ക് സ്ഥിരം സംവിധാനം കിട്ടില്ല. പക്ഷേ ഇപ്പോൾ വയനാടുള്ള അത് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള മറ്റന്നാളായിട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്താമെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവരിപ്പോൾ എവിടെന്നെങ്കിലും ആൾക്കാരെ എടുത്ത് വാച്ചർമാരായിട്ട് വെച്ചാൽ ഇവിടേക്കാരും വരാൻ പോകില്ല. ഇത് കൂടി കുറച്ച് ദിവസമായിട്ട് ഞാൻ കേൾക്കുന്നുണ്ട്, 2-3 ദിവസമായിട്ട് സ്ഥിരം ആനയുണ്ടെന്നുള്ളത്. അപ്പോൾ ഈ പരിസരത്ത് തന്നെയുള്ള ഒരു 3 ആളെങ്കിലും തയ്യാറുള്ളവരെ ലൈറ്റൊക്കെ കൊടുത്ത് അവർ തൽക്കാലത്തേക്ക് വാച്ചർമാരായിട്ട് എടുക്കാമെന്നുള്ളത് സമ്മതിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ന് തന്നെ ഉച്ചകഴിഞ്ഞ് അവിടെ എന്നോട് കൂടി ചെല്ലാൻ പറഞ്ഞിട്ടുള്ള ഒഴിവ് നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിൽ പോയിട്ട് പരിക്ക് പറ്റിയ ആൾക്കൊരു സാമ്പത്തിക സഹായം അടിയന്തരമായിട്ട് ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളോട് ഇപ്പോൾ റേഞ്ച് ഓഫീസർ പറഞ്ഞത്. ലൈറ്റ് ശരിയൊക്കെ ഇപ്പോൾ തന്നെ ആൾ വരും. ഞാനിപ്പോൾ 9ാം വാർഡിലാണ് അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിർത്തി വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആരെങ്കിലും ഞാൻ ഇപ്പോൾ ലിജോ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലിജോ പറഞ്ഞ ആ പോസിബിലിറ്റി ലൈറ്റ് ഇപ്പോൾ തന്നെ ശരിയാക്കി പോകും. ഇപ്പോൾ രമേശ് പറഞ്ഞ പോലെ നിങ്ങളുടെ ഈ പേടിയൊന്നും ഞാനീ പറഞ്ഞുകൊണ്ട് മാറില്ല എന്നറിയാം. അത് അപ്പോൾ അപകടവും പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമുക്കതിന് പെട്ടെന്ന് നാളെ തൊട്ടുകൂടെ ആന വരില്ല, പേടിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പ്രശ്നം ഉണ്ടായാൽ പരിഹരിക്കാൻ നമ്മളെപ്പോഴും കൂടെ ഉണ്ട്. അതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അത് ഓർഡർ അല്ല ആയിട്ടുള്ളത്. അത് 1,35,00,000 രൂപയ്ക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് നിന്നുകുഴി മുതൽ നമ്മുടെ ഈ അതിർത്തി വരെയുള്ള ഫെൻസിങ്ങിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി അപ്രൂവലിന് അയച്ചിട്ടുണ്ട്. അതിൻ്റെ അനുമതി ആയിട്ടില്ല. ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് അത് വിളിക്കുന്നുണ്ട്. അത് ഈ ആഴ്ചയാവും എന്നൊക്കെ അയച്ചിട്ട് ഞാൻ ഇരുന്നിരുന്നത്. അതിൻ്റെ ഓർഡർ എത്തിയിട്ടില്ല. എസ്റ്റിമേറ്റ് അത് അനുമതി ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതായിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ മുതൽ ഈ അറ്റം വരെയും ഫെൻസിങ് ആവും.
കുറച്ചൊരു പരിഹാരമാണ്. അത് അങ്ങേ വ്യവസ്ഥയുണ്ട്. മയിലാട്ടംപാറ ഭാഗത്ത് ഇപ്പോൾ സ്ഥിരം ഇറങ്ങുന്ന ഒരു സ്വഭാവം ഇല്ലാണ്ടായി. അവിടുത്തെ ഫെൻസിങ് വർക്ക് കഴിഞ്ഞു. ഇവിടുത്തെ അത് അപ്രൂവലിന് അയച്ചിട്ടുള്ളൂ എസ്റ്റിമേറ്റ്. നിന്നുകുഴി മുതൽ നമ്മുടെ ഈ അതിർത്തി വരെ ഉണ്ടാവും. അതിർത്തി വഴി എനിക്കൊരു ചെറിയ അറിവ് കിട്ടിയത് നമ്മുടെ രാമചിറ വെള്ളച്ചാട്ടത്തിന്റെ അത് അതിന്റെ ഓർഡർ അപ്പുറത്തേക്ക് അവിടം വരെ വന്നു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് പോയിട്ട് ചെറമ്പറ്റ അപ്പുറത്ത് ഇതിലിങ്ങോട്ട് ഇറങ്ങും. അല്ല അതെ ശരിക്കും പറഞ്ഞാൽ കള്ളക്കുന്ന് ഭാഗം വരെ സാധനം വേണം. കള്ളക്കുന്ന് വരെ അവരാ എസ്റ്റിമേറ്റ് എടുത്തിട്ടുള്ളത് എവിടം വരെയാന്നുള്ളത് എനിക്കറിയില്ല. അത് ഓർഡർ കിട്ടുമ്പോൾ തന്നെ പറയാൻ പറ്റുള്ളൂ. എവിടം വരെ ആയാലും അത് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ആന പോകും. അപ്പൊ നമ്മളൊരു അതിർത്തി നിശ്ചയിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. എവിടെ അപ്പൊ അത് വരെ എടുത്തിട്ടുണ്ടോ? അത് എസ്റ്റിമേറ്റ് ചെറിയൊരു കിട്ടിയ അറിവ് കിട്ടിയ അങ്ങനെയാണ്. നമുക്കറിയാം വെള്ളച്ചാട്ടത്തിന്റെ രാമചിറ വെള്ളച്ചാട്ടമല്ലോ, അതിന്റെ ഇപ്പുറത്ത് വരെ ഉള്ളു സാധനം. ലെങ്തിലുള്ള ഫെൻസ് എന്നാണ് പറഞ്ഞിട്ട് എടുക്കാം. ചെയ്യുകയാണെങ്കിൽ അവിടെ വരെ കിട്ടിയാലാണ് ഈ ആനശല്യത്തിന് ഈ ഞങ്ങളുടെ പരിസരത്ത് ഇതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ ഈ ചെറിയ അറിവ് വെച്ച് ഞാൻ പറയാനില്ല. നമുക്ക് 1,35,00,000 അനുമതി കിട്ടിയാതെ എവിടം വരെയാണോ അവിടം വരെ ഇട്ടാന്ന് ഞാൻ പറയാം. അതുകൊണ്ട് മറ്റോടം വരെ ഇടണ്ട, ഇല്ലെങ്കിൽ ഇടണ്ടെന്ന് പറയണ ഒരു സമീപനം അത് നല്ല കാര്യമാണ്. കാരണം ഇപ്പൊ ഈ പറഞ്ഞതനുസരിച്ച് രാവിലെ പറഞ്ഞതനുസരിച്ച് അവിടം വരെ എത്തിയാൽ പിന്നെ കാട്ടിലേക്കാണ്. നല്ല കാര്യമാണ്. അത് ഞാൻ ഒന്ന് ചോദിച്ചറിയാം എവിടം വരെ ഉണ്ടെന്ന്. ഈ സൈഡ് വഴിയൊക്കെ നിൽക്കുന്ന മരങ്ങൾ അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ആന മറിച്ചിട്ട് തിന്നാൻ പറ്റുന്ന പനിയൊക്കെയാണ് ഈ സൈഡ് വഴി നിൽക്കുന്നത്. ഫോറസ്റ്റ് ലാൻഡ് അല്ലേ? മറിച്ചിട്ടിരിക്കുകയാണ്. ഈ മരങ്ങളൊക്കെ ഭീഷണിയാണ്. ഇത് പ്രൈവറ്റ് ആണോ? അത് അനുമതി കൊടുത്താൽ അവർ വിട്ടില്ല. അനുമതി കൊടുക്കില്ലല്ലോ. ചേച്ചി അവിടെ മരത്തിനെന്താ സ്ഥിതി? എത്ര പരാതി കൊടുത്തു? ആരുടെയാ? ആരുടെ പറമ്പിൽ നിൽക്കണതാ? ഒരാൾ പറയാം ആരുടെ പറമ്പിൽ നിൽക്കണതാ? അപ്പൊ അത് ആരോടാ പരാതി കൊടുത്തിട്ടുള്ളത്? ഇതിപ്പോ പ്രൈവറ്റ് ആന്ന് പറഞ്ഞു. ഹൈവേയുടെ സ്ഥലമാണ് ഇവന്റെ വേറെ സ്ഥലമാണ് അതിന്റെ പുറകെ കിടക്കണേ. ഇതൊക്കെ ഹൈവേയുടെ ആണ്. അല്ല ഇത് ആരുടെ അനുമതി കിട്ടിയില്ല എന്നാ പറയണേ? ആരുടെ അനുമതി കിട്ടിയില്ല. ആർക്കാ അപേക്ഷ കൊടുത്ത? പഞ്ചായത്തിലേക്ക് കടലാസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്ന് അജിതാബി എന്ന് വന്നത് ബിജോയ് പറഞ്ഞില്ല. പക്ഷെ അവിടെ ഇരുമ്പാലത്തെ ഒരു മരം. അല്ല ഇതിന്റെ നടപടി. സുഹൃത്തുക്കളെ, ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും വില കൽപ്പിക്കേണ്ട ആളുകൾ ഇതിനു വേണ്ട സംരക്ഷണം നൽകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമുക്കറിയാം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി കഴിഞ്ഞ വർഷമായി നിരവധി പേര് മരിച്ചിട്ടുണ്ട്, നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇനി ശക്തമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തും. പഴുതടച്ചൊരു ഫെൻസിങ് സംവിധാനമാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. കാരണം ഇവിടെ ചുറ്റും ഫെൻസിങ് ചെയ്യണമെങ്കിൽ വലിയൊരു തുക വരും. അതുകൊണ്ട് തന്നെയാവും ചിലപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടുത്തെ ഫെൻസിങ് വെക്കുക മാത്രമല്ല അത് മെയിൻ്റെനൻസ് ചെയ്യുന്ന കാര്യത്തിൽ പോലും പലപ്പോഴും ബാക്കിലാണ്. അതുകൊണ്ട് തന്നെയാണ് പല വഴികളിലൂടെയും ആനകൾ വന്ന് ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത്. ഇന്നലെ ഇരുമ്പുപാലത്ത് ഇവിടുത്തെ സ്വദേശി തന്നെയായ ബിജു എന്ന വാച്ചർക്കാണ് പരിക്കേറ്റത്. വിദൂരമല്ല, സാധാരണക്കാർക്കും ഇതിലേ വരുന്നവർക്കും അമ്പലത്തിൽ വരുന്നവർക്കും ആനയുടെ ആക്രമണം വലിയൊരു ഗുരുതരമായൊരു അപകടമുണ്ടാകുന്ന കാഴ്ച വിദൂരമല്ല. മാക്സിമം ഈ ന്യൂസ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അധികാരികൾ, ജനപ്രതിനിധികൾ ഇതിനു വേണ്ട നടപടി ഉടൻ സ്വീകരിക്കുക.